ഏശയ്യാ 23 അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ടയറിനെ കുറിച്ചുള്ള അരുളപ്പാട്. താർശിഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ. ഭവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു. സൈപ്രസ് ദേശത്ത് നിന്ന് അവർ അത് അറിഞ്ഞു. തീരദേശവാസികളെ, കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീദോൻ വർത്തകരെ, നിശബ്ദരായിരിക്കുവിൻ. ഷീഹോറിലെ ധാന്യങ്ങൾ, നൈൽ തടത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം. നിങ്ങൾ അതുകൊണ്ട് ജനതകൾക്കിടയിൽ വ്യാപാരം ചെയ്തു പോന്നു. സീദോനെ ലജ്ജിക്കുക, എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു. സമുദ്രദുർഗം പറയുന്നു, ഞാൻ പ്രസവവേദന പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല. ടയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും. തീരദേശവാസികളെ, താർശിഷിലേക്ക് കടന്ന് വിലപിക്കുവിൻ. ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം? ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളം ഉറപ്പിച്ച നഗരം? രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർദ്ധക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത്? ഭൂമിയിലെ സർവമഹത്തിൻ്റെയും അഹങ്കാരനിന്ദകൻ, ഭൂമിയിലെ മഹാത്മാരെ അപമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് അത് ചെയ്തത്. താർശിഷിൻ്റെ പുത്രി, നൈൽ തടത്തിലെന്ന പോലെ നീ കൃഷി ഇറക്കുക. തുറമുഖങ്ങൾ നശിച്ചുപോയി. അവിടുന്ന് സമുദ്രത്തിന്മേൽ കരം നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു. കാനാനിൻ്റെ ശക്തിദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി. അവിടുന്ന് അരുളി ചെയ്തു, മർദ്ദിതയായ സീദോൻ കന്യകയെ, നിന്റെ ആഹ്ലാദം അവസാനിച്ചു. എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക. അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല. കൽദായരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത. ഇത് അസിറിയ ആയിരുന്നില്ല. അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു. അവർ അവളെ നാശകൂമ്പാരമാക്കി. താർശിഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ. നിങ്ങളുടെ ശക്തിദുർഗം ശൂന്യമായിരിക്കുന്നു. ഒരു രാജാവിൻ്റെ ജീവിതകാലമായ 70 വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും. ആ 70 വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും. വിസ്മൃതയായ സ്ഥൈര്യണി വീണ മീട്ടി നഗരത്തിന് പ്രദക്ഷിണം വഹിക്കുക. മധുര സംഗീതം പൊഴിക്കുക. ഗാനങ്ങൾ ആലപിക്കുക. നിന്നെ അവർ ഓർക്കട്ടെ. 70 വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും. അവൾ തൊഴിൽ പുനരാരംഭിക്കും. ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും. അവളുടെ വ്യാപാര ചരക്കുകളും സർവ്വ ആദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും. അവ സംഭരിക്കുകയോ പുകഴ്ത്തി വയ്ക്കുകയോ ചെയ്യുകയില്ല. എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിന് മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മൂടിയുള്ള വസ്ത്രവുമായി ഭവിക്കും.